തന്റെ മക്കളെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കണമെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് വ്യാസനോട് അപേക്ഷിക്കുന്നു. അപ്പോഴേക്കും മൈത്രേയ മുനി അവിടെ എത്തിച്ചേർന്നു. വ്യാസൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഈ മൈത്രേയ മുനി അങ്ങയുടെ മക്കൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുന്നതാണ്. ധൃതരാഷ്ട്രർ മൈത്രേയ മുനിയെ സ്വീകരിച്ചിരുത്തി. മുനി തന്റെ ദേശാടനത്തെപ്പറ്റി വിവരിക്കുകയാണ്. അദ്ദേഹം ധൃതരാഷ്ട്രരോട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ തീർത്ഥയാത്ര ചെയ്യുന്നതിനിടയിൽ കാമ്യകവനത്തിൽ പോകുവാനിടയായി. അവിടെ വെച്ച് യുധിഷ്ഠിരരെയും സഹോദരങ്ങളെയും ഞാൻ കാണുകയുണ്ടായി. അപ്പോഴാണ് ചൂതുകളിയെക്കുറിച്ചും തുടർന്ന് ദ്രൗപദിയെ സഭയിൽ വെച്ച് അപമാനിച്ച വിവരവും മറ്റും ഞാൻ അറിയുന്നത്. ആ വനത്തിൽ നിരവധി മഹർഷിമാരും ബ്രാഹ്മണരുമൊക്കെയുണ്ട്. അവരെല്ലാം നിങ്ങളെ കഠിനമായി വെറുക്കുന്നുണ്ട്. കൗരവരുടെ ഈ പ്രവർത്തികളൊന്നും രാജാക്കന്മാർക്ക് ചേർന്നതല്ല. അതുകൊണ്ട് അങ്ങ് മക്കളെ ശാസിച്ച് വിവേകപൂർവം വളർത്തുന്നില്ല എങ്കിൽ അത് വലിയ ദുഃഖത്തിന് കാരണമാകും. അങ്ങയെ ആശ്രയിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. ധൃതരാഷ്ട്രരോട് ഇത്രയും പറഞ്ഞതിനു ശേഷം മൈത്രേയ മുനി ദുര്യോധനന്റെ നേർക്ക് തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, അലയോ ദുര്യോധന, ഞാൻ പറയുന്നത് നീ കേൾക്കുക. പാണ്ഡവരെ ദ്രോഹിക്കുന്നത് ശരിയല്ല. അവരുമായി സൗഹാർദ്ദത്തിൽ കഴിയുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ തീർച്ചയായും ആപത്തുകൾ ഉണ്ടാകും. ഭീമന്റെ ശക്തിയെ നേരിടുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ട് അവരോട് സൗഹാർദ്ദം സ്ഥാപിക്കുക എന്നതാണ് നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുവാനുള്ള മാർഗം. മൈത്രേയ മഹർഷിയുടെ ഈ ഉപദേശങ്ങൾ കേട്ടിട്ടും ദുര്യോധനൻ അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ അലസമായി തന്നെ ഇരുന്നു. മഹർഷിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ദുര്യോധനൻ തൻ്റെ തുടയിൽ താളം പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. തനിക്കു നേരെ ദുര്യോധനൻ കാണിക്കുന്ന ഈ അവഗണന മൈത്രേയ മുനി ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് വല്ലാതെ കോപം വന്നു. പിന്നീട് ദുര്യോധനനെ ഇപ്രകാരം ശപിച്ചു, ഈ താളം പിടിക്കുന്ന നിന്റെ ഈ തുടയുണ്ടല്ലോ, അത് ഭീമസേനൻ ഗദ കൊണ്ട് അടിച്ചു തകർക്കുവാൻ ഇടവരട്ടെ. ഇതായിരുന്നു മൈത്രേയ മുനിയുടെ ശാപം. മൈത്രേയ മുനിയുടെ ഈ ശാപം കേട്ട് ധൃതരാഷ്ട്രർ വല്ലാതെ പരിഭ്രമിച്ചു. അദ്ദേഹം മൈത്രേയ മുനിയോട് പറഞ്ഞു, മഹർഷി, എന്റെ മകൻ കാണിച്ച തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ശാപം ഫലിക്കാതിരിക്കുവാൻ അങ്ങ് അനുഗ്രഹിച്ചാലും. ധൃതരാഷ്ട്രരുടെ ഈ വാക്കുകൾ കേട്ട് മൈത്രേയ മുനി ഇപ്രകാരം പറഞ്ഞു,